അച്ഛൻ പറഞ്ഞ കഥകളുടെ 27ാം ഭാഗത്തിലേക്ക് സ്വാഗതം. മഹാഭാരത യുദ്ധത്തിന് ശേഷം പാണ്ഡവ മാതാവായ കുന്തിക്കും കൗരവ മാതാവായ ഗാന്ധാരിക്കും പിതാവായ ധൃതരാഷ്ട്രർക്കുമൊക്കെ എന്താണ് സംഭവിച്ചത്, അതിനെക്കുറിച്ച് പറയുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ. അങ്ങനെ യുദ്ധം കഴിഞ്ഞു. പാണ്ഡവർ ഹസ്തിനപുരത്തിൻ്റെ ഭരണമേറ്റെടുത്തു. യുധിഷ്ഠിരൻ രാജാവായി. എന്നാലും കുന്തിക്കും ഗാന്ധാരിക്കും ധൃതരാഷ്ട്രർക്കുമൊക്കെ ദുഃഖമടക്കാനായില്ല. കാരണം കുന്തിയുടെ കാര്യമെടുത്താൽ കുന്തിക്ക് മക്കളെ നഷ്ടപ്പെട്ടില്ല, പക്ഷെ ഒരുപാട് ചെറുമക്കളെ നഷ്ടപ്പെട്ടു, മറ്റ് ബന്ധുജനങ്ങളെയും നഷ്ടപ്പെട്ടു. ഗാന്ധാരിയുടെ കാര്യമെടുത്താൽ ഗാന്ധാരിയുടെയും ധൃതരാഷ്ട്രയുടെയും കാര്യമെടുത്താൽ അവരുടെ മക്കളെ എല്ലാവരെയും നഷ്ടപ്പെട്ടു. അപ്പം അതീവ ദുഃഖിതരായിരിക്കുന്ന ഈ 3 പേരും ഇനിയുള്ള കാലം വനവാസം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. കാരണം ഇനിയുള്ള കാലം കൊട്ടാരവും സൗകര്യങ്ങളൊന്നും വേണ്ട, വനത്തിൽ ഏതെങ്കിലും പർണശാല കെട്ടിയുണ്ടാക്കി അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ 3 പേരും കൂടെ വിതുരർ പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രയുടെയും സഹോദരനാണ് വിതുരർ. ഇവരുടെ പ്രധാനമന്ത്രിയായിരുന്നു വിതുരർ. അപ്പോൾ ഈ 4 പേരും ചേർന്ന് നേരെ ഗംഗാതീരത്തേക്ക് പോയി വനത്തിനോട് ചേർന്ന് ഗംഗാതീരത്തിനടുത്തായിട്ട് ഒരു പർണശാല കെട്ടിയുണ്ടാക്കുകയും അവിടെ താമസം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ കുന്തിയെ സ്വപ്നം കണ്ടു, സ്വന്തം മാതാവായ കുന്തിയെ സ്വപ്നം കണ്ടു. അപ്പോൾ ഈ ഒരു കാര്യം യുധിഷ്ഠിരൻ സ്വന്തം സഹോദരങ്ങളോട് പറയുകയും അങ്ങനെ പാണ്ഡവർക്ക് എല്ലാവർക്കും കുന്തിയെ കാണണമെന്നുള്ള ആഗ്രഹം വരികയും ചെയ്തു. അങ്ങനെ ഇവരെല്ലാവരും നേരെ ഗംഗാതീരത്തേക്ക് പോയി പർണശാലയിലേക്ക് പോയി. പർണശാല കെട്ടിയുണ്ടാക്കിയ എവിടെയാണോ അവിടെ പോയി ഇവരെ കണ്ടു. അപ്പോൾ കൂടെ വേദവ്യാസനും ഉണ്ടായിരുന്നു. വ്യാസൻ മഹാസിദ്ധിയുള്ള ഒരാളാണ്. അപ്പോൾ ഇവരെ കണ്ട മാത്രയിൽ കുന്തിക്കും ഗാന്ധാരിക്കും ധൃതരാഷ്ട്രർക്കുമൊക്കെ അതീവ സന്തോഷം തോന്നി, തീർച്ചയായിട്ടും തോന്നി. പക്ഷേ അവർ അതീവ ദുഃഖിതരായിരുന്നു. കാരണം ഒരുപാട് നഷ്ടങ്ങൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. അപ്പോൾ ഇവർ ഒരാഗ്രഹം പറഞ്ഞു, വ്യാസനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി അവസാനമായിട്ട് ആഗ്രഹമുണ്ട്, ഇനി വളരെ കുറച്ച് കാലം മാത്രമേ ഞങ്ങൾ ജീവിച്ചിരിക്കത്തുള്ളൂ. അപ്പോൾ മരിച്ചുപോയ ബന്ധുജനങ്ങളെ എല്ലാവരെയും കാണാൻ ഒരു കുറച്ച് നേരത്തേക്കെങ്കിലും ഒന്ന് കാണാനുള്ള സൗകര്യം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ വ്യാസൻ അതീവ സിദ്ധിയുള്ളൊരു ആളാണ്. അപ്പോൾ വ്യാസൻ പറഞ്ഞു മാർഗം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പോയി ഗംഗയിൽ പോയി കുളിച്ച് വരൂ, ഗംഗാ സ്നാനം നടത്തി വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ അവർ പോയി ഗംഗയിലൊന്ന് മുങ്ങി നിവർന്നപ്പോൾ തൊട്ട് മുന്നിൽ അത്ഭുതം എന്ന് പറയട്ടെ, ജലോപരിതലത്തിലായിട്ട് ഈ പറഞ്ഞ മരിച്ചുപോയ ദുര്യോധനും ദുശാസനും മറ്റ് കർണനും ഉൾപ്പെടെ എല്ലാവരും അവിടെ ആ ജലോപരിതലത്തിൽ അവർക്ക് പ്രത്യക്ഷരായി. അപ്പോൾ കുറച്ച് നിമിഷങ്ങൾ ഇവരെ കണ്ടു, ഇവർക്ക് സന്തോഷമാവുകയും ചെയ്തു. അപ്പം നിമിഷങ്ങൾക്കകം ഈ പ്രത്യക്ഷരായ എല്ലാവരും മാഞ്ഞു പോവുകയും ചെയ്തു. അപ്പോൾ അവർ വ്യാസനോട് നന്ദി പറഞ്ഞു, കാരണം അവരുടെ ആഗ്രഹം സാധിച്ചല്ലോ. അപ്പം അങ്ങനെ ശേഷം പാണ്ഡവർ തിരികെ ഹസ്തിനപുരത്തേക്ക് മടങ്ങുകയും ചെയ്തു. അപ്പം അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഇവർ മടങ്ങിയതിന് ശേഷം വളരെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇവരുടെ പർണശാല കെട്ടിയുണ്ടാക്കിയ സ്ഥലത്തിനോട് ചേർന്നുള്ള വനത്തിൽ കാട്ടുതീ പടർന്നു പിടിച്ചു. അപ്പോൾ കാട്ടുതീ പടർന്നു പിടിക്കുകയും സ്വാഭാവികമായിട്ടും ഇവരുടെ പർണശാല ഉൾപ്പെടെ കത്തി അമരുകയും ചെയ്തു. അങ്ങനെ ഈ ഗാന്ധാരിയും കുന്തിയും ആ തീയിൽ വെന്ത് മരിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെയായിരുന്നു ഈ പറഞ്ഞ വൃദ്ധജനങ്ങളുടെ എല്ലാവരുടെയും അന്ത്യം എന്ന് പറയുന്നത്. ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.